മൂന്നാം മോദി സർക്കാരിനെ വിടാതെ പിന്തുടരുകയാണ് പ്രതിപക്ഷം. കിട്ടുന്ന ഒരു അവസരം പോലും പാഴാക്കാതെ മോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ. ആദ്യ 15 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് രാഹുലിന്റെ വിമർശനം. ബംഗാളിലെ ദാരുണമായ ട്രെയിൻ അപകടം, കശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ, ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം, നീറ്റ് പരീക്ഷ അഴിമതി, നീറ്റ് PG റദ്ദാക്കൽ, UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, പാൽ, ധാന്യങ്ങൾ, ഗ്യാസ്, ടോൾ എന്നിവയുടെ വില വർധനവ്, കാട്ടുതീ, ജലപ്രതിസന്ധി, കാര്യമായ സജ്ജീകരണമില്ലാത്തതുകൊണ്ട് ഉഷ്ണതരംഗത്തിൽ ആളുകൾ മരിക്കുന്നത് എന്നിവയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ 15 നാൾ നടന്ന 10 കാര്യങ്ങളെന്ന് രാഹുൽ തുറന്നടിച്ചു. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളന സമയത്ത് തന്നെയാണ് രാഹുൽ മൂന്നാം മോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മോദി സർക്കാർ മാനസികമായി പ്രതിരോധത്തിലാണ്. രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദിയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. നരേന്ദ്രമോദി സ്വന്തം സർക്കാരിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഭരണഘടനയ്ക്ക് നേരെയാണ് മോദി സർക്കാരിന്റെ ഓരോ നടപടികളും എത്തുന്നത്. ഇന്ത്യ സഖ്യം അതിനനുവദിക്കില്ല. സർക്കാരിന് മേൽ തീർച്ചയായും ഇന്ത്യ സഖ്യം സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ശക്തമായ ശബ്ദമായി ഞങ്ങൾ ഉണ്ടാവുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിരിക്കുകയാണ്. നേരത്തെ ഭരണഘടനാ കോപ്പികൾ കയ്യിലേന്തിയാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ ലോക്സഭയിലേക്ക് മാർച്ച് നടത്തിയത്. ലോക്സഭാ ചേംബറിലേക്കും ഇന്ത്യ സഖ്യം മാർച്ച് ചെയ്തിരുന്നു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും രൂക്ഷമായി തന്നെ രാഹുൽ ഗാന്ധി വിമർശിക്കുകയുണ്ടായി. ഇരുവരും ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നാണ് രാഹുൽ ആരോപിച്ചത്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഭരണഘടനയുടെ കോപ്പികളും കോൺഗ്രസ് നേതാക്കൾ കൈവശം കരുതിയിരുന്നു. പ്രധാനമന്ത്രിയും അമിത്ഷായും ഭരണഘടനയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ പ്രതിപക്ഷം ഒരിക്കലും അംഗീകരിക്കില്ല. ഇതൊരിക്കലും നടക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ല. അതുകൊണ്ടാണ് കൈവശം ഭരണഘടനാ കോപ്പികൾ കരുതിയത്. സത്യപ്രതിജ്ഞ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഒരു ശക്തിക്കും ഭരണഘടനയെ തടയാനാവില്ലെന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ലോക്സഭയിൽ അടിയന്തരാവസ്ഥയെ കുറിച്ചായിരുന്നു മോദി സംസാരിച്ചത്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിലേറ്റ കറുത്ത പാടിന് 50 വർഷം തികഞ്ഞുവെന്നാണ് മോദി പറഞ്ഞത്. എന്നാൽ ഇത് കേട്ട് മല്ലികാർജുൻ ഖാർഗെ വെറുതെ ഇരുന്നില്ല. കോൺഗ്രസിനെതിരായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിൽ ഖാർഗെ തിരിച്ചടിച്ചു. 50 വർഷം മുൻപുള്ള അടിയന്തരാവസ്ഥയെ അല്ല, കഴിഞ്ഞ 10 വർഷത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കാൻ ഖാർഗെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിക്കെതിരെയാണ് വിധി നൽകിയത് എന്നും അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. നീറ്റുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളെക്കുറിച്ചോ പശ്ചിമ ബംഗാളിലെ ട്രെയിൻ അപകടത്തെക്കുറിച്ചോ മണിപ്പൂരിൽ തുടരുന്ന അക്രമത്തെക്കുറിച്ചോ പ്രധാനമന്ത്രി സംസാരിക്കുമെന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നതായും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ഇന്ത്യ സഖ്യം പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങളുടെ ശബ്ദം ഉയർത്തുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ തുറന്നടിച്ചു. ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ എംപിമാരും പാർലമെന്റിലെത്തിയത്. ഇത്തവണ വലിയ ആത്മവിശ്വാസത്തോടെയാണ് പ്രതിപക്ഷം പാർലമെന്റിൽ എത്തുന്നത്. BJPയെ ഭൂരിപക്ഷത്തിന് താഴെ പരിമിതപ്പെടുത്തിയ മികച്ച പ്രകടനത്തിൽ പ്രതിപക്ഷം ഇന്ന് ആവേശത്തിലാണ്.